VS-നെ കാണാനായിട്ട് ഈ ലോകത്തിലുള്ള എല്ലാ മലയാളികളും ഏറ്റുവിളിക്കുന്ന മുദ്രാവാക്യം തന്നെ കണ്ണേ കേരള VS എന്നുള്ളത് അനർത്ഥമാക്കുകയാണ്. കേരളത്തിലെ CPM-ന്റെ ജനനം മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ സഖാവിന്റെ ജീവിതം തന്നെയാണ് ഈ പാർട്ടിയിലുള്ള ഓരോ അംഗത്തിനും ഊർജം, നാളെയും പ്രവർത്തിക്കാനുള്ള കരുത്തെന്ന് പറയുന്നത് സഖാവ് VS-നെ പോലെയുള്ളവർ നമുക്ക് കാട്ടിത്തന്നതാണ്. ആ ഊർജത്തിലൂടെ അതുമായി മുന്നോട്ട് പോകുന്നതാണ് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനെയും അനുഭവം എന്നുള്ളതാണ് നമ്മൾ പറയാനുള്ളത്. അരുണി, അങ്ങനെയാണ് ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് ഒന്നും പ്രതീക്ഷിക്കാതെ, തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ കൂടെ നിന്ന വലിയൊരു വിഭാഗം മനുഷ്യരാണ് VS അച്യുതാനന്ദനെ ഏറ്റവും ഒടുവിലായി അവസാനമായി കാണാനായി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. VS ഒരു കാലഘട്ടത്തിൽ കൊണ്ട വെയിലെല്ലാമായിരിക്കാം ഈ മനുഷ്യർ ഇപ്പോൾ കൊള്ളുന്ന തണലെന്ന്, അല്ലെങ്കിൽ ആ തണലാണ് ഇപ്പോൾ ഏറ്റവും നിശ്ചലനായി ഏറ്റവും ഒടുവിൽ അവർക്ക് മുന്നിലൂടെ ഈ തെരുവീതികളിലൂടെ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിലായി അവർക്ക് ഒരു വട്ടം കൂടി കണ്ണേ കേരള VS എന്ന മുദ്രാവാക്യം വിളിക്കാനായി, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവെ എന്ന് ഏറ്റു വിളിക്കാനായി അവർ ഈ തെരുവോരങ്ങളിൽ VS-നെയും വഹിച്ചുകൊണ്ടുള്ള ഭൗതിക ശരീരം വിലാപയാത്രയെ വരുന്നത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അത്രത്തോളം ജനസഞ്ചയമാണ് VS-നെ കാണാനായി ഏറ്റവും ഒടുവിലായി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇത്തരത്തിൽ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയാണ് VS-നെ വഹിച്ചുകൊണ്ട് വിലാപയാത്രയെങ്കിൽ പോലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ VS-നെ ഏറ്റവും ഒടുവിൽ അവസാനമായി ഒന്നുകൂടി കാണാനായി ഈ ഭാഗത്തേക്കെല്ലാം തന്നെ ഇവിടെയെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ജനത്തിരക്ക് VS-നെ കാണാനായി, VS-നെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി, ഒരിക്കൽ കൂടി ആ മുദ്രാവാക്യം ഏറ്റുവിളിക്കാനായി ഇവിടെയുണ്ട്. പക്ഷേ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾ, CPIM പ്രവർത്തകർ മാത്രമല്ല, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾ, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാത്ത ആളുകൾ, അങ്ങനെ വിവിധ കോണുകളിലുള്ള ആളുകൾ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വിവിധ തൊഴിലെടുക്കുന്നവർ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അങ്ങനെ എല്ലാത്തരം മനുഷ്യരും VS-നെ കാണാനായി, VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി ഈ കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏറെ ചരിത്രമുള്ള ജില്ല, അത്രത്തോളം സമര പോരാട്ടങ്ങൾ കണ്ടൊരു ജില്ല, തൊഴിലാളി സമരങ്ങൾ നയിച്ചൊരു ജില്ല. ആ ജില്ലയിൽ സ്വാഭാവികമായും VS-നൊപ്പം നിൽക്കുന്ന ആളുകൾ നിരവധിയാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് സ്വാഭാവികമായും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകും. സ്വാഭാവികമായും മുൻപ് SFIയുടെ അടക്കം രാഷ്ട്രീയ സമരങ്ങളിൽ VS-ന്റെ ഒരു പ്രാതിനിധ്യം വളരെ പങ്കായിരുന്നു. അതുപോലെ തന്നെ തൊഴിലാളി സമരങ്ങളിൽ എങ്ങനെയാണ് VS-നെ ഓർക്കുന്നത്? VS കൊല്ലം ജില്ലയിലെ എല്ലാ സമരങ്ങളിലും പ്രവർത്തനങ്ങളിലും വളരെ ദീർഘകാലമായി സജീവമായ പങ്ക് വഹിച്ചിട്ടുള്ള സമുന്നതനായ നേതാവാണ്. ഒരു ഘട്ടത്തിലും അദ്ദേഹത്തെ വിസ്മരിക്കാൻ കഴിയാത്ത പ്രദേശമാണ് കൊല്ലം. എങ്ങനെയാണ് VS-ന്റെ ഒരു ഓർമ്മ എങ്ങനെയാണ്? ആ വീര്യമുള്ളതിന്റെ പേരിലാണ് ഇവിടെ നമ്മൾ ഇന്ന് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇത്രയും നിന്ന് ചെയ്യുന്നത്. കൊല്ലം ജില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് തൊഴിലാളി സമരങ്ങൾ കണ്ടൊരു ജില്ലയാണ്. സ്വാഭാവികമായും VS-ന് വലിയ സ്വാധീനം ഉണ്ടാകും. VS കേരളത്തിൻ്റെയും ആലപ്പുഴ കൊല്ലം ജില്ലയുടെയും സമര പോരാട്ടങ്ങൾക്ക് ഉജ്ജ്വലമായ നേതൃത്വം നൽകിയിട്ടുള്ള നേതാവാണ്. എത്ര പാതിരാത്രിയായാലും നേരം വെളുത്താലും ലക്ഷക്കണക്കിന് ആളുകൾ 50 കിലോമീറ്റർ ദൂരം വരുന്ന ദേശീയപാതയിൽ VS-ന് അന്തിമ ഉപചാരം അർപ്പിക്കാൻ വേണ്ടി ആബാലവൃദ്ധം ജനങ്ങൾ ഒത്തുചേർന്നിരിക്കുകയാണ്. തൊഴിലാളി വർഗത്തിൻ്റെ ഉജ്ജ്വലനായ നേതാവിനെ ഹൃദയത്തിലേറ്റി ബഹുമാനിക്കുന്ന നിലയിലത്തേക്കാണ് ജില്ലയിലെ തൊഴിലാളി വർഗവും ബഹുജനങ്ങളും മുന്നോട്ട് വന്നിട്ടുള്ളത്. അരുണി, അങ്ങനെയാണ് ഇത്തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ, വിവിധ തരം തൊഴിൽ ചെയ്യുന്ന ആളുകൾ, അങ്ങനെ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകൾ ഏറ്റവും ഒടുവിലായി VS-നെ ഒരു നോക്ക് കാണാൻ, VS-ന് ഏറ്റവും ഒടുവിലായി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, VS-ന് വേണ്ടിയിട്ട് കണ്ണേ കേരള VS എന്ന മുദ്രാവാക്യം വിളിക്കാനായി ഇവിടെ എത്തുന്നു. സഖാവേ, എങ്ങനെയാണ് VS-ന്റെ വിയോഗം കാണുന്നത്? VS-നെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം അധ്വാനിക്കുന്ന ജനങ്ങളുടെ, നീതിക്ക് വേണ്ടി ധാവിക്കുന്ന ജനങ്ങളുടെ, അതുപോലെ തന്നെ നാടിന് എല്ലായ്പ്പോഴും നന്മ വേണം ആഗ്രഹിക്കുന്നവരുടെ ഏറ്റവും വലിയ പോരാളി. ആ പോരാളിയുടെ വിയോഗം നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ നഷ്ടമാണ്. ആ നഷ്ടം നികത്താൻ നമുക്ക് യുവാക്കളും അമ്മമാരും വിദ്യാർത്ഥികളും എല്ലാം ചേർന്ന് പുതിയ ഊർജ്ജം സമാഹരിക്കണം എന്നുള്ളത്.
തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഏറ്റവും വലിയ നഷ്ടം ഇവരെ സംബന്ധിച്ച്, സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് VS-ന്റെ മരണം നികത്താനാവാത്ത നഷ്ടം തന്നെയാകുമെന്ന് സ്വാഭാവികമാകും. കടക്കലിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വലിയ നഷ്ടം കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ മറികടക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് അവർക്കെല്ലാം ഉള്ളത്, പാർട്ടി പ്രവർത്തകർക്കുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജനസഞ്ചയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന് പ്രായ വ്യത്യാസമില്ല, ജാതിയുടെയോ മതത്തിന്റെയോ ഒന്നും വ്യത്യാസമില്ല, തൊഴിലിന്റെയോ നിർണത്തിന്റെയോ വർണ്ണത്തിന്റെയോ ഒന്നും വ്യത്യാസമില്ലാതെ ഒരേപോലെ ഒരേ മനസ്സോടെ അവരുടെ സഖാവ് VS അച്യുതാനന്ദനെ ഏറ്റവും ഒടുവിലായി കാണാനായി, ആ മുദ്രാവാക്യം ഒന്നുകൂടി വിളിക്കാനായി, കണ്ണേ കരളെ എന്ന മുദ്രാവാക്യം ഒന്നുകൂടി വിളിക്കാനായി ഈ കൊല്ലം ജില്ലയുടെ ഈ തെരുവോരങ്ങളിൽ, ഈ ദേശീയപാതയുടെ ഓരങ്ങളിൽ അവർ ഒത്തുകൂടിയിരിക്കുകയാണ്. വൈകിട്ട് മുതൽ തന്നെ 5 മണിയോടെ തന്നെ നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ചേട്ടാ, എങ്ങനെ VS-നെ അവസാനമായിട്ടൊന്നുകൂടെ കാണാനായിട്ട്? അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ പറ്റിയാൽ മതി. ഇത്രമാത്രം എന്ത് മഴ വന്നാലും ഞങ്ങളത് നനഞ്ഞിവിടെ നിന്ന് കാണും. കാലാവസ്ഥയൊക്കെ എത്ര പ്രതികൂലമായാലും ഇത് കണ്ടിട്ടേ ഇവിടെ നനങ്ങും. മുൻപ് നേരിട്ട് കണ്ടിട്ടുണ്ടോ? 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒന്ന് ചാത്തിന് വന്നപ്പോഴും കൊല്ലത്ത് വന്നപ്പോഴും. സമരത്തിനൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതാണ് ഒരു പ്രധാനമായത്. ഇത് എന്ത് മഴ വന്നാലും ഇടിവെട്ടിയാൽ ഞങ്ങൾ VS-നെ കണ്ടിട്ടേ ഇവിടുന്ന് അനങ്ങും. ആ മുദ്രാവാക്യം ഒരിക്കൽ കൂടി വിളിക്കാനായിട്ട് നിൽക്കുകയല്ലേ? അതെ കണ്ണേ കരളെ VS എന്ന് വിളിക്കാണ്ടിരിക്കുകയാണ്. അതാണ് കണ്ണേ കരളെ VS എന്ന ആ മുദ്രാവാക്യം. അതൊന്നുകൂടി ഏറ്റവും ഒടുവിലായി ഒന്നുകൂടി വിളിക്കാനായി എപ്പോഴാ ചേച്ചി വന്നേ? നമ്മളൊരു 5 മണി ആയപ്പോഴത്തോട്ട് വന്നു. നീ എത്ര താമസിച്ചാലും കണ്ടിട്ടേ പോകും. VS-നെ എങ്ങനെ ഓർത്തത്? VS-ന്റെ നമ്മുടെ പഞ്ചായത്തിലൊക്കെ നമ്മുടെ വന്നിട്ടുണ്ട്, നമുക്ക് പരിചയമുണ്ട് VS-ആയിട്ട്. VS-നെ നമ്മുടെ പഞ്ചായത്തിൽ വന്ന് നേരിട്ട് കണ്ടിട്ടുണ്ട്. VS-നെ നല്ലൊരു മനുഷ്യനാണ്, നല്ല ആവേശമാണ് നമുക്ക് കാണുന്നതിന്. അങ്ങനെയാണ് എല്ലാ മനുഷ്യർക്കും ഒരേപോലെ ആവേശം പകരുന്ന, അത് ചെറിയ കുട്ടികൾ ഒരുപക്ഷെ VS-ന്റെ ആ വലിയ കാലഘട്ടത്തിൽ VS വലിയ സമരങ്ങൾ നയിച്ച VS നമ്മുടെ എല്ലാം രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലുള്ള കാലഘട്ടത്തിൽ ഒന്നും തന്നെ ജനിച്ചിട്ടില്ലാത്ത ഒരു കുട്ടികൾ, അത്തരത്തിലുള്ള കുട്ടികൾ പോലും ഒരിക്കൽ കൂടി VS-നെ കാണാനായിട്ട് ഇവിടെ വന്ന് എത്തിയിരിക്കുകയാണ്. VS-നെ കാണാനായിട്ട് എപ്പോഴാണ് വന്നത്? അരമണിക്കൂറായി, അടുത്ത വീട്. അരമണിക്കൂറായി വാർത്തയെ കണ്ടോണ്ടിരിക്കുവായിരുന്നു. കണ്ടപ്പോൾ എത്തിയപ്പം നമ്മൾ ആരെ കാണാൻ വന്നതാണ്? VS-നെ അറിയോ? പറഞ്ഞു തന്നിട്ടുണ്ടോ VS ആരാന്നൊക്കെ? VS-നെ കാണണോ അല്ലേ ഒന്നുകൂടെ? എപ്പോ വന്നയാ? ഞങ്ങള് 3 മണിക്ക് ഇവിടെ വന്നു. 3 മണിക്കുണ്ട്. എന്തായാലും മഴയായാലും വെയിലായാലും ഒക്കെ എന്തായാലും അദ്ദേഹത്തിനെ കണ്ടിട്ടേ പോകുള്ളൂ. അങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തോടെ വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് VS-നെ ഓർക്കുന്നേ? VS-നെ ഓർക്കുന്നത് സമരനായകൻ എന്നുള്ള നിലയിൽ കേരളത്തിന്റെ ഒരു സാമൂഹ്യ രംഗത്ത് പുതിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയ വലിയ സഖാവ് എന്നുള്ള നിലയിൽ ആണ് അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ഊർജ്ജം കൊണ്ടാണ് ഞങ്ങളൊക്കെ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത് തന്നെ. അതാണ് എല്ലാവിധത്തിലുള്ള മനുഷ്യരും VS-നെ കാണാനായി, VS-നൊപ്പം VS-നെ അവസാനമായി ഒന്ന് കാണാനായി, VS-ന്റെ മൃതദേഹത്തിനരികിൽ നിന്ന് ആ മുദ്രാവാക്യം ഒരിക്കൽ കൂടിയൊന്ന് വിളിക്കാനായി കാത്തു നിൽക്കുകയാണ്. വലിയ ചെറുപ്പമുള്ള ആളുകൾ തന്നെ ഇവിടെ ഉണ്ട്. ജീവൻ വേണേ തന്നിടോ സഖാവുയർത്തിയ പാതയിലൂടെ, സഖാവുയർത്തിയ പാതയിലൂടെ, ചോര പുരണ്ടൊരു വീതിയിലൂടെ. അതിനെ ഈ മുദ്രാവാക്യം വിളികളെല്ലാം തന്നെ ഈ വൈകുന്നേരം മുതൽ തന്നെ, ഉച്ച മുതൽ തന്നെ ഇവിടെ കൂടിയ ആളുകൾ VS-നെ ഒരു നോക്ക് കാണാൻ വേണ്ടി, VS-നെ ഏറ്റവും ഒടുവിലായി VS-നെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ മുദ്രാവാക്യം വിളികൾ, വലിയ സ്വാധീനമുള്ള ഒരു നേതാവ്, സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ, ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ തന്നെ വലിയ സ്വാധീനമുള്ള ഒരു നേതാവ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജില്ലയെ സംബന്ധിച്ച് ഒരുപാട് തൊഴിലാളി സമരങ്ങൾ നടന്ന ഒരു ജില്ല. സ്വാഭാവികമായും VS-നെ പോലെയുള്ള ഒരു നേതാവിന് വലിയ സ്വാധീനമുള്ള, അത്തരത്തിൽ വലിയ സ്വാധീനമുള്ള ഒരു ജില്ല തന്നെയാണ് ഈ കൊല്ലം ജില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക്, സമയം കഴിയും തോറും VS-ന്റെ മൃതദേഹം ഇങ്ങോട്ടേക്ക് അടുക്കും തോറും നിരവധി ആളുകൾ ഇവിടേക്ക് ഇനിയും എത്താറുണ്ട്. മോനെ, ആരെ കാണാൻ നിൽക്കുക? ആരെ കാണാൻ വന്നേ? VS-നെ കാണാൻ. VS-നെ അറിയോ? പറഞ്ഞു തന്നിട്ടുണ്ടോ അച്ഛൻ? ചേട്ടാ, എപ്പോ വന്നയാ? ഞങ്ങളിവിടുന്ന് ഒരു 10 മണിയപ്പം വന്നു. ഞങ്ങൾ കൊട്ടാരക്കര തലപൂര്. ഈ മക്കളൊന്നും VS-നെ കണ്ടിട്ട് പോലും ഉണ്ടായിരിക്കത്തില്ല, പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? പറയുക
മഴയാണേലും ഒക്കെ കണ്ടിട്ടേ കണ്ടിട്ടേ പോകത്തുള്ളൂ. ആ ഞങ്ങളവിടുന്ന് 30 കിലോമീറ്റർ കഴിഞ്ഞാണ് വന്നേക്കുന്നത്. 30 കിലോമീറ്റർ നിന്നാണ് വന്നേക്കുന്നത് കാണാൻ വേണ്ടി. കാരണം അങ്ങനെയാണ് ഏറെ ദൂരം നിന്നും വലിയ ദൂരത്തിൽ നിന്നും അടക്കം നിരവധി ആളുകൾ ഇവിടേക്ക് VS-നെ ഒരു നോക്ക് കാണാനായി VS-നെ അവസാനമായി കാണാനായി ഇവിടേക്ക് എത്തുന്നുണ്ട്. അത്രത്തോളം നമുക്ക് ഈ കാണാം. ഈ കെട്ടിടങ്ങൾക്ക് താഴെ മഴയത്ത് മഴ നനഞ്ഞുകൊണ്ട് കുട ചൂടിക്കൊണ്ട് എല്ലാവരും കാത്തു നിൽക്കുന്നത് സഖാവ് VS അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം ഒരിക്കൽ കൂടി ഇങ്ങോട്ടേക്ക് എത്തുന്നത് നോക്കിയാണ്. ഏറ്റവും ഒടുവിൽ VS-ന് ഒരിക്കൽ കൂടി മുദ്രാവാക്യം VS-ന്റെ മുദ്രാവാക്യം VS-ന് വേണ്ടിയിട്ട് ആ മുദ്രാവാക്യം വിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരെല്ലാവരും തന്നെ ഇവിടെ ഇങ്ങനെ തടിച്ചു കൂടിയിട്ടുള്ളത്.